അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോ അങ്ങനെ ജിൻസി പ്രസവിച്ചിട്ടോ അല്ലേ? കുട്ടിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനും പോരാ. എടാ വാപ്പായി എന്നുള്ളത് മാത്രല്ല അതെ പെൺകുട്ടി കേട്ടോ. മാഷാ അല്ലാഹ് ഒരു രക്ഷയില്ല പറയാൻ. കാരണം ഫസ്റ്റിനെ വിളിച്ചു, ഉള്ളിലേക്ക് വിളിച്ചപ്പോ അപ്പൊ ഞാന് കുട്ടിനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കണം. അപ്പൊ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അതില് ഞാൻ ചോദിക്കാൻ മറന്നു നിൽക്കുക. അത് എനിക്ക് എന്താ ഞാൻ ചോദിക്കാൻ മറന്നു പറഞ്ഞിട്ടേ. കാരണം സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയില്ലല്ലോ. കുട്ടി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഉള്ളിൽ പോയിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. പെൺകുട്ടി മാഷാ അല്ലാഹ് ഒന്നും പറയാനില്ല. ഒരുപാട് വലിയ സന്തോഷം. കാരണം എന്താ പറയാ എല്ലാവരും പ്രാർത്ഥനകളിലാണെന്ന് അറിയാം. നമ്മള് വീഡിയോ കാണുന്ന എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണെന്ന് അറിയാം. എന്തായാലും കുറച്ചൊക്കെ എന്താ പറയാ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവസാനം നമ്മൾ വിജയിച്ചു. ഗൈസ് എന്താ പറയാനുള്ളത്? വേദന വരുമ്പോ അങ്ങനെ വ്യതിയാനോ പക്ഷെ ആയി പോയി അത് സാരല്ല അല്ലേ? പക്ഷെ പരമാവധി നോക്കിക്കണേ കുറച്ച് ഓപ്പറേഷൻ അല്ലായിരുന്നു അമീന ഡോക്ടറെ. ഇന്നലെ നമ്മളെ നോക്കലോട് ചെയ്തതല്ലേ അതോടെ നോക്കിയാ. ഞാന് ലാബ് റൂമിൽ കയറിയപ്പോൾ പറയാ 100% എന്തായാലും സുഖപ്രസവമാവും, 100% സുഖപ്രസവമാവും. അപ്പോൾ അതും നല്ല വിഷയം കേട്ടോ. മാഷാ അല്ലാഹ്. എന്തായാലും ഇപ്പോൾ അവളെ കണ്ടു. അതിനുശേഷം അവളെ കണ്ടിട്ടൊക്കെ ആട്ടോ വീഡിയോ എടുക്കണത്. പെട്ടെന്ന് ഇപ്പോൾ അവളെ കാണാതെ സമാധാനം ഉണ്ടായിരുന്നില്ല. കുട്ടിയെ കണ്ടു. ഞാൻ പറഞ്ഞേ അവളെ കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ചെറിയൊരു പ്രശ്നമുണ്ട്, എൻ്റെ മാതിരിയാണ് കുട്ടി പറഞ്ഞു. ചെറിയൊരു പ്രശ്നമുണ്ട്, എൻ്റെ മാതിരിയാണ് കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പാക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു. അതുപോലെ ജിൻസിന്റെ ഷാജിപ്പാക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു. മുഷ്ഫിക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു. എന്താ പറയാ അതെ. ചിലപ്പോ ഇനി കുട്ടിനെ എന്താ കാണിക്കാത്തെന്ന് നോക്കിക്കോട്ടെ. അതായത് കുട്ടിനെ എന്തായാലും NIC-ൽ ഇട്ടിക്കണം. അത് നിരീക്ഷണത്തിന് വേണ്ടിട്ട് ഇട്ടിക്കാട്ടോ. അപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാല് ഓള് കരഞ്ഞ് എപ്പോഴാ കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷന് കൊണ്ടുപോകും അല്ലേ? അതല്ല ഓള് പറയുന്നിട്ടില്ലേ, അതായത് പിന്നെ എത്ര നേരമൊക്കെ ഞാൻ വേദന സഹിച്ചിട്ട് ഞാൻ അവസാനം ഓപ്പറേഷന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാനും കരഞ്ഞിട്ടോ. അപ്പൊ അങ്ങനെ നല്ല കരച്ചിലായിരുന്നു ഓള്. അത് ഇത്രത്തേനെ വേദന അനുഭവിച്ചിട്ട് നീ ഓപ്പറേഷന് കൊണ്ടുപോകുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ശരിക്കും ഓപ്പറേഷൻ അല്ലായിരുന്നു, മറ്റൊരു ഓപ്പറേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരോട് വിളിച്ചോണ്ട് കേട്ടോ. എനിക്ക് പരീക്ഷ ഉണ്ടല്ലേ? പരീക്ഷ ഉണ്ടോ? ഉമ്മയും എല്ലാരും പറഞ്ഞ മാതിരി തന്നെ പെൺകുട്ടി തന്നെ ആയി. എങ്ങനെ വിളിയോട് വിളിയാണ്, എല്ലാരും വിളിയോട് വിളിയാണ്. മുട്ടായി വരണ്ടേ? ആരെ പോലെയാന്ന് പറഞ്ഞേ? ജിൻസിന്റെ പോലെ. ചോദിച്ചോട്ടെ കുട്ടി ആരെ പോലെ? എന്റെ പോലെ. സത്യം പറയേ എന്റെ പോലെ തന്നെ. സത്യം കണ്ണോട്ട് നോക്കുമ്പോഴേ നിങ്ങൾക്ക് തോന്നാണ് എന്റെ പോലെയാണ്.
ആരെ പോലെ കറക്റ്റ് അറിയാനായില്ല. കുറച്ച് കഴിയും മോച്ച തുമ്മിയോ അങ്ങനെ ഉണ്ടോ? കുട്ടി തുമ്മി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ജലദോഷം ഉണ്ടോ? അത് കാലാവസ്ഥന്റെ ആയിരിക്കും. കുട്ടി തുമ്മി അപ്പൊ കാലാവസ്ഥന്റെ ആയിരിക്കും. ഇപ്പൊ തരും. അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ. പെൺകുട്ടി ആയില്ലേ? സന്തോഷം ആയില്ലേ? കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മളെ കുടുംബത്തിലും പെൺകുട്ടിയാ വേണ്ടേ, ഇവരുടെ കുടുംബത്തിലും പെൺകുട്ടിയാ വേണ്ടത്. നമുക്ക് പെൺകുട്ടീനല്ലേ വേണ്ടത്. ചെറിച്ച പെൺകുട്ടിയാണ്. അപ്പൊ ആ വേറെ സംഭവണ്ടേ, അതായത് ഏതോ ചാനലില് പിന്നെ ഇട്ടുണ്ടായിരുന്നല്ലോ പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും അവര് നാവ് പൊന്നായി. അതെ ഇന്നലെ രാത്രി ഇട്ടിക്കണേ. ആ അപ്പൊ കാര്യപ്പെട്ട ആരോ ആണ്, ആരോ പ്രശ്നം വെച്ച് പറഞ്ഞാണ്. അങ്ങനെയാണ് അങ്ങനെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെയെങ്കിലും ആവട്ടെ. ഇപ്പനെ പ്രസവിച്ചപ്പോ നിറണ്ടാകുന്നില്ല. ഇപ്പൊ നിറല്ലേ? ഇല്ലേ ഇപ്പൊ നിറല്ലേ? മാമയുടെ നിറാവും പറഞ്ഞു. എന്നിട്ട് കുട്ടിനെ കിട്ടിയെന്നെ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് ഒരു പേടി. എനിക്ക് ഇങ്ങനെ തോന്നുക പേടിയാവുക. അതായത് ബാങ്ക് കൊടുക്കുമ്പോ തെറ്റോ എന്നുള്ളൊരു പേടി. ആ കൈ ഇറക്കുക. ഡോക്ടർ കൊടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ കുറച്ചൊരു ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. കൊടുക്കാൻ പറ്റുവേ കൊടുക്കണ്ട. അതായപ്പോ അതിനെ പറയുന്ന ആരും 3 തുള്ളി കൊടുക്കാൻ ഛർദിച്ചൊന്നുമില്ല. പേടിയാണതാ. പുതിയ സ്പൂണോട് പുതിയ പാത്രമൊക്കെ മേടിച്ചിട്ട് പുതിയ സ്പൂൺ ഉണ്ട് തുള്ളി 3 തുള്ളി. ഇപ്പൊ എന്താ പറഞ്ഞ? ഇപ്പൊ എന്താ പറഞ്ഞേ? പെൺകുട്ടിയാ വാട്ട് നീ എപ്പോഴും പറയും പെൺകുട്ടിയാ വാട്ട്. പക്ഷെ എത്ര ആൾക്കാരാണ് തെറ്റി കളിച്ചിട്ട്. അതായത് കുറെ ആൾക്കാർ പറയുന്നു ആൺകുട്ടിയാന്ന്. വലിയ ആൾക്കാരൊക്കെ എന്തായാലും ആൺകുട്ടിയാന്ന് കണ്ടിട്ട് പറഞ്ഞായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ സമാധാനം അതിലോളെ അതിന്റെ ഉള്ളിലിരുന്നു. ഓളെ കണ്ട ഓടി ചിരിച്ചു. ചിരിച്ച് കൊറേ സമയം വന്നിരിക്കുന്നത് നമ്മള് വേഗം ചെയ്തിക്കുള്ളൂ. അതവിടെ എനിക്കെല്ലാം കൂടെ തെരുത്ത് എന്താ എനിക്കൊക്കെ എന്തോന്നും അല്ല ഓള് ഡോക്ടറോട് പറയുന്നുണ്ട്. ഡോക്ടറോട് എപ്പോഴും പറയുന്നുണ്ട് ഓപ്പറേഷൻ വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നി, കാരണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ 7ാം മാസത്തിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോ തന്നെ അതിൽ ഡോക്ടർ പറയുന്നുണ്ട്. 7ാം മാസത്തിൽ ഞാൻ പറഞ്ഞത് അത് 8ാം മാസത്തിലോ കുട്ടി ശരിയായിട്ടില്ല എന്നുള്ളത്. 8ലൊക്കെ അല്ലേ? വന്ന് അല്ല പൊസിഷനിൽ കറക്റ്റ് അല്ല എന്നിട്ട് ഒരു വീഡിയോ ആണോ? ആ ഫാത്തിമാന്ന് വിളിച്ചു. അങ്ങനെ തന്നെയല്ലേ വിളിക്കണ്ടേ? ഫാത്തിമാന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പേര് ഇൻഷാ അള്ളാ അത് ഇനി നമുക്ക് സെറ്റാക്കിയിട്ട് ഞാൻ അറിയിക്കണ്ട് അല്ലേ? ഞാന് ഫാത്തിമയാണോ അതോ മുഹമ്മദ് ആണോ വിളിക്കേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാന്ന് അറിയില്ലല്ലോ.
അല്ല ഞാൻ സത്യം പറയില്ല, എനിക്കത് ആലോചിക്കുമ്പോ എന്തോ പോലെ. അതായത് ഫസ്റ്റ് കുട്ടിനെ കണ്ടേക്കേ സന്തോഷം കൊണ്ടേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാന്ന് ചോദിക്കാൻ മറന്നിക്കുക. അപ്പൊ ഞാനും തന്നെയാണ് കാണിച്ചൊന്നു പക്ഷെ മനസ്സിലായില്ല. ഞാൻ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, ഞാൻ ചോദിക്കാൻ മറന്നിക്കുക. അങ്ങനെ നേരെ പിന്നെയും പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടോ ഞാൻ കുട്ടിനെ കണ്ട്, കാരണം കുട്ടിനെ കണ്ടേക്ക് നേരെ മേടിക്കാനാണ് എനിക്ക് പേടിയാണ്. കാരണം കുട്ടിനെ അങ്ങനെ പിടിച്ച് പരിചയമില്ലല്ലോ, ആരെങ്കിലും ഒക്കെ വെച്ചെന്നാലൊക്കെ എനിക്ക് പരിചയമുള്ളൂ. അപ്പൊ അല്ലാതൊക്കെ പരിചയമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുട്ടിനെ കണ്ടേക്ക് നേരെ പുറത്തേക്ക് തന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ വേണ്ടി പോകുന്നു ഞാൻ. അങ്ങനെ എവിടേക്ക് പോണ് മുങ്ങണ് അറിയിച്ചു ചോദിക്കുക. സത്യം പറയല്ല, ഞാൻ എവിടെയും അറിയിച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഇപ്പോഴാണ് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നത്. കുഞ്ഞോട് പറഞ്ഞു സ്റ്റാറ്റസ് ഇടുന്ന പറഞ്ഞപ്പോഴായിരുന്നു. കാരണം ആരുടെയൊക്കെ പറയണ്ടേ എന്തൊക്കെ പറയണെന്ന് അറിയില്ല. ഞാൻ നേരെ മൂത്തമ്മാക്കും മൂത്താപ്പാക്കും പിന്നെ അളിയന് അതുപോലെ വേണ്ടപ്പെട്ട നമ്മളെ ആൾക്കാരുണ്ടാവില്ല, ഫാമിലിത്തെ ആൾക്കാരൊക്കെ പെട്ടെന്ന് വിളിച്ചു. പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ച്, പിന്നെ നൗഫലും അങ്ങനെ കുറച്ച് ചെക്കന്മാർക്കൊക്കെ പെട്ടെന്ന് വിളിച്ച്, സഫാനും അങ്ങനത്തെ വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരോടും പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറയണെന്ന് അറിയണ്ടേ. പിന്നെ എല്ലാവരും അറിയും, പക്ഷെ എന്നാലും ഫസ്റ്റ് പറയുമ്പോൾ അതൊരു രസമല്ലേ. അപ്പൊ പിന്നെ അങ്ങനെയായിരുന്നു. പറയ്, എന്താ വിശേഷം? എങ്ങനെയുണ്ട് നമ്മളെ കുട്ടി? നല്ലതുണ്ടെന്നോ? പറയ്. എന്നാ കുട്ടിക്ക് വേണ്ടി ഒരു പാട്ടായിരുന്നോ? പാട്ടറിയോ? ഞാൻ പാടുന്നു. വേറെ സംഭവം പറയാൻ കേട്ടോ. നമ്മൾ കുട്ടിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട്. പുതിയ പാട്ടാണ്, താരാട്ട് പാട്ടൊന്നല്ല, പുതിയ പാട്ടാണ്. അപ്പൊ അത് ഇൻഷാല്ല ഇന്നോ നാളായിട്ട് തന്നെ അതിന്റെ റീൽ വേർഷൻ ഇറങ്ങും. കുട്ടിക്ക് വേണ്ടിട്ട് ഒരു താരാട്ട് പാട്ട്, പേര് വെച്ചിട്ടൊന്നല്ല, ഒരു താരാട്ട് പാട്ട്. അപ്പൊ അത് ഇൻഷാല്ല എല്ലാരും കേട്ട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, അപ്പൊ അതിന്റെ ഓഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ എന്തായാലും അതിന്റെയൊക്കെ അഭിപ്രായം അറിയിക്കൊണ്ട് കേട്ടോ. ഞാന് വേറെ രസമുണ്ട് ഇത് കുട്ടികളുടെ പാട്ട് ഞാൻ എപ്പോഴാ പാടാൻ പോയത്? ഞാൻ ചോദിച്ചേ അങ്ങനല്ല, ഞാൻ ചോദിച്ചേ ഞാൻ കുഞ്ഞോടും ഉമ്മാരോടൊക്കെ പോയി ചോദിച്ചു ഒരു 1.5 മണിക്കൂർക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ആദ്യം നേഴ്സിന്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു 1.5 മണിക്കൂർക്ക് ഒരു പാട്ട് പാടാൻ വേണ്ടിട്ടാണ്. അതില് നേഴ്സ് പറഞ്ഞ് കഴിയൂല, അത്രയും സ്പീഡിലല്ല. എന്താ 22 കിലോമീറ്റർ ഞാന് 15 മിനിറ്റ് ഉണ്ടോ 15 മിനിറ്റ് കൊണ്ട് എത്തി. അപ്പൊ സ്പീഡാ കാരണം ഇപ്പടെ പണി നടന്നോണ്ടിരിക്ക. അപ്പൊ നമ്മുടെ പാട്ടാണ്, അതായത് അതിന്റെ രണ്ടൊരു പാടത്തരാ. ചായുറങ്ങാൻ മഞ്ഞു തിരുങ്ങി നെഞ്ചു തരാം ആരാരോ, അങ്ങനെ അടിപൊളി പാട്ടാണ്, താരാട്ട് പാട്ടാണ്. അപ്പൊ നമ്മളെ കുട്ടിക്ക് വേണ്ടിട്ട് ഇനി എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം, അത് വേറെ കാര്യം അല്ലേ. അതൊരു ഭാഗ്യല്ലേ പോയി പാടി വരാൻ കഴിയുന്ന ഭാഗ്യം. അപ്പൊ ഇന്നലെ ആരോ പറഞ്ഞു കുട്ടികളെ ക്യാമറ ഇങ്ങനെ മേത്ത് പിടിച്ചിട്ടാണ്. അപ്പൊ ഞാൻ കുട്ടിയുടെ മേത്ത് ക്യാമറ, ഞാൻ പറഞ്ഞു നമ്മള് എപ്പോഴും ക്യാമറ അത് കൊണ്ടേ കൊടുക്കാൻ പോയി ബെല്ലടിച്ചാ മതി. അങ്ങനെ അപ്പോൾ പാട്ട് വരും മക്കളെ. അപ്പോൾ പാട്ട് എല്ലാവരും കേൾക്കണം. ഇപ്പോഴും സന്തോഷം പോയിട്ടില്ല കേട്ടോ. സന്തോഷം പൂർണ്ണമായ സന്തോഷം എന്താ വെച്ചാൽ ഞാൻ ഓളയും കൂടി കണ്ടപ്പോഴാണ് സന്തോഷമായത്. മതി, ഉമ്മ കുടിച്ചോ? ഉമ്മ കുടിച്ചോ? വേണ്ട വേണ്ട, ഞാൻ കുടിച്ചു. നിങ്ങൾ കുടിച്ചോളൂ വെള്ളം. കുട്ടി ജനിച്ചതിന്റെ വെള്ളമാണ്. എന്നിട്ട് അവിടെ നിന്ന് അടിയിൽ ചോദിക്കണുണ്ട് മുട്ടായി ഒന്നുമില്ലെന്ന് ചോദിക്കണ്ട. മുട്ടായി വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ മുട്ടായിയുടെ കൈ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളെ കാണുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും കോളെ കാണുക, കുട്ടിനെ കാണാന്നിരുന്നു. മറ്റുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളും. എങ്ങനെയൊക്കെയാണ് കേസ്. മുട്ടായി നമ്മൾ എവിടെ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സുഗർ ഫീൽസ് എന്നാട്ടോ. സുഗർ ഫീൽസ് എന്നാണ്.
അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ട് ഇൻഷാല്ല. അപ്പോൾ സുഗർ ഫിൽസ് എന്നാണ് നമ്മൾ മുട്ടായിയൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയിൽ എത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ മേലക്കണ്ട് എത്താത്ത കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞോ? എല്ലാരോടും പെൺകുട്ടിയാണ്. അതെ പെൺകുട്ടിയാണ്. പറയണില്ലേ എന്തുകുട്ടിയാ എന്തുകുട്ടിയാ? പെൺകുട്ടി ആ നേരെ പറഞ്ഞു കൊടുക്കേ. ബേബി കുട്ടിയാ? എന്ത് കുട്ടിയാന്നേ നേരെ പറഞ്ഞു കൊടുക്കേന്ന്. നേരെ പറഞ്ഞു ഉയർന്നവരോടൊക്കെ പെൺകുട്ടി. ഏത് കുട്ടിയാണെന്നാ? പെൺകുട്ടിയാണ്. പക്ഷേ സാരമില്ല, അത് അല്ല വിചാരിച്ചാ പോലെയാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാരും തൊയ്യാലും കൊണ്ട് സന്തോഷായി. അപ്പോൾ ഉമ്മാന്റെ പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തത് ജിൻസി വന്നിട്ടുള്ള വീഡിയോയും കുട്ടി വന്നിട്ടുള്ള വീഡിയോയും ഒക്കെ സെറ്റാക്കണം ഇൻഷാല്ലാ. എല്ലാവരും ദുആ ചെയ്യണ്ട. ഇപ്പം ഇനി ഇതുവരെ ഒന്നും കുഴപ്പമില്ല. ഇനി ഒരു കുഴപ്പമില്ലായിരിക്കാൻ വേണ്ടി ദുആ ചെയ്യോണ്ടി. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയണില്ല. ഓക്കെ പറയാം. ഓക്കെ 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 ശരി. അപ്പൊ എന്നാ ശരി. ടാറ്റ. എല്ലാരോടും പ്രാർത്ഥിച്ച എല്ലാവരോടും എത്ര ആൾക്കാരാ വിളിച്ചു കളിച്ചിട്ടാ. പിന്നെ അത് നേർച്ചാക്കി ഇത് എന്നാലും ഞാൻ കുറച്ച് നേർച്ചാക്കി വെച്ചൊക്കെ ഞാൻ എഴുതി വെച്ചേക്ക്. ഞാൻ അത് മറന്നാല് ശരിയല്ലല്ലോ. അങ്ങനെ അങ്ങനെ ലക്ഷദ്വീപ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ എന്തായാലും ഓക്കെ ശരി. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ ടാറ്റ ബൈ.